അതെ ലല്ലു, ഇപ്പം ഒഫീഷ്യൽ അനൗൺസ്മെന്റ്സ് വന്നിരിക്കുകയാണ്. മാൻ ഓഫ് ദ മാച്ച് കോഹ്ലിയാണ്, മാൻ ഓഫ് ദ സീരീസ് ബുംറയാണ്. അതോടൊപ്പം തന്നെ ലല്ലു, രാഹുൽ ദ്രാവിഡ് എന്ന ആശാൻ ഈ കപ്പ് നേടിക്കഴിഞ്ഞ് ആശാൻ പടിയിറങ്ങുകയാണ്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഇതിനിടയിൽ. തീർച്ചയായും രാഹുൽ ദ്രാവിഡ് നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി എത്രയോ നല്ല മത്സരങ്ങൾ, എത്രയോ മികച്ച പ്രകടനങ്ങൾ. അതോടൊപ്പം ഒരു കാര്യം കൂടി ലല്ലു, ഞാനൊന്ന് ഇടപെടുകയാണ്. 2020 മാച്ചിൽ നിന്ന് കോഹ്ലി റിട്ടയർ ചെയ്തിരിക്കുന്നു, റിട്ടയർമെന്റ് അനൗൺസ്മെന്റ് കൂടി വന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് ഇപ്പോൾ. തീർച്ചയായും ആര്യ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു മനോഹരമായ, എന്തൊരു വീരോചിതമായ ഒരു പടിയിറക്കമാണ്. അതെ, എന്തോ ഒരു വീരോചിതമായ പടിയിറക്കമാണെന്ന് ആലോചിക്കുക. അതായത് ടീമിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കളിയിൽ അതുവരെ ഫോമിലല്ല എന്നെല്ലാവരും എഴുതിയ ഒരു മനുഷ്യൻ ആ ഏറ്റവും മനോഹരമായ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ച് ആ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി 2020 ക്രിക്കറ്റിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതൊരു നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. അത്രയേറെ വീരോചിതമായ ഒരു വിടവാങ്ങൽ. ഇതിനപ്പുറം ഒരു മനുഷ്യന് ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ താൻ കളിക്കുന്ന ഒരു ഗെയിമിന് വേണ്ടി എന്ത് നൽകാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കുന്നത്. കാരണം ഒരു കോഹ്ലിയുടെ ഒരു സമർപ്പണവും കോഹ്ലിയുടെ ഒരു സ്പിരിറ്റും കളിക്കളത്തിൽ അയാൾ പുലർത്തുന്ന ഒരു വാശിയും എല്ലാം നമുക്കറിയാം. നമ്മളത് പലതവണ നമ്മൾ എത്രയോ നാളുകളായി കാണുന്ന എല്ലാ അർത്ഥത്തിലും അർത്ഥപൂർണമായി വീരോചിതമായി അദ്ദേഹം 2020 ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതുപോലൊരു പടിയിറക്കമൊന്നും ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഇതുപോലൊരു യാത്രയൊന്നും 2020 ക്രിക്കറ്റിൽ ഒരു മനുഷ്യന് ഇതിന് കിട്ടാനില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം വിരാട് കോഹ്ലി എന്ന ഒരു പക്ഷേ നേരത്തെ ഷാഫി പറഞ്ഞ പോലെ ഗോട്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു താരം അദ്ദേഹം തന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്തു വെച്ചിട്ട് ഒരു ഗെയിമിന്റെ ഫോർമാറ്റിൽ നിന്ന് ഇറങ്ങിയ എന്തോ ഒരു മനുഷ്യനാണ്, എന്തോ ഒരു കളിക്കാരനാണ്.